ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ടു ഈവനിംഗ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല വെള്ളപ്പവും അടിപൊളി ബീഫ് കറിയും. വെള്ളപ്പം എന്ന് വെച്ചാൽ ഞാൻ റെഡിമെയ്ഡാണ് അധികം വാങ്ങൽ. അത് വെച്ചാൽ നല്ല പെർഫെക്റ്റിൽ കിട്ടുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ അധികം പാക്കറ്റിൻ്റെ ഉമ്മാട് വാങ്ങാൻ പറയും, അങ്ങനെ പാക്കറ്റിൻ്റെ വാങ്ങലാണ്. പിന്നെ അടിപൊളി ബീഫ് കറി ഗൈസ്, അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. രണ്ടും നല്ല കോംബോ ആയിട്ടാണ് ഉണ്ടായത് ഗൈസ്, അതുകൊണ്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഉഴുന്ന് വട ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ സ്പെഷ്യൽ ഉഴുന്ന് വട എന്ന് പറയാം. ചുട്ടത് ഉമ്മാണ്, ഉമ്മാക്ക് നല്ല റൗണ്ടിൽ ചുടാനാരും, അതുകൊണ്ട് ഉമ്മ ചുട്ടത് ഓള് ചുട്ടെങ്കിൽ നേരെയായില്ല. അതുകൊണ്ട് അതപ്പം ഫസ്റ്റ് തന്നെ ഇല്ലേ ഭയങ്കര ഉഴുന്ന് മാത്രം അരച്ചിട്ട് ചുട്ടുകൊണ്ട് എന്ത് പറയണ്ടത് നേരെ പെർഫെക്റ്റ്ലി കിട്ടിയില്ല. അതിൽ പിന്നെ പൊടിയൊന്നും ഇട്ടില്ല. പിന്നെ ഞാൻ ഓളോട് പറഞ്ഞ് അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടെങ്കിൽ സെറ്റാവും. അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ടാകുമ്പോൾ നല്ല സെറ്റായിട്ട് ഉമ്മ നല്ല ചുട്ടിട്ട് ഫസ്റ്റ് ഓൾ ചുട്ടുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലോപ്പായ പോലെ. പക്ഷെ കഴിക്കാനല്ല ഒരേപോലെ തന്നെ എങ്ങനെ ഇതിൽ ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പനെ അരച്ചിട്ട് അപ്പനെ ചുട്ട് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ അടുത്ത് പോകാണ്ടായിന്, ടൗണിലൊക്കെ പോകാണ്ടായിന്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരുങ്ങാണ്, സമയമില്ലല്ലോ. അപ്പോൾ വേഗം പോകണം, വേഗം വരണം എന്നല്ല വിചാരിച്ചത്. പിന്നെ അന്ന് ടൗണിൽ ഭയങ്കര തിരക്കാണ്. എന്ത് ശ്രീനാരായണ ജയന്തി ഗുരു എന്തോ തന്നെ, അങ്ങനെ എന്തോ തിരക്കാന്ന്, ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കൊക്കെ ഉണ്ടായിന്. അതിന് ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക്. കനങ്ങാട് എന്ന് വെച്ചാൽ കാല് വെക്കാൻ കഴിയാത്തൊരു ദിവസം തന്നെ പറയാം. എന്നിട്ട് നമ്മൾ നടന്ന് ഷോപ്രിക്സിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഷോപ്രിക്സിലല്ല പോയി, ടൗണിൽ നിന്ന് റിക്ഷ കയറിയിട്ട് നമ്മൾ ട്രെൻഡ്സിലേക്കാണ് പോയത് ഗൈസ്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അവിടെ എത്തി വിചാരിച്ച പോലത്തെ ഡ്രസ്സ് സെലക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ട, ഒന്നും അത്ര വലിയതുണ്ടായിട്ട്. അവർ പറഞ്ഞു നല്ല വരുന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഓരോരോ നോക്കുകയാണ്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ട് അപ്പന് ഞാൻ ബാക്കായിരുന്നു. പിന്നെ ഓളെ തന്നെ നോക്കിയിട്ട് ഓളെ മൊഞ്ചൊക്കെ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്താ പറയാൻ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ, വലിയ നിന്നിട്ട. പിന്നെ നല്ലോണം വിശന്ന് പയിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിന്, കുറച്ച് ഇപ്പുറം തന്നെ ഷാലിമാർ എന്ന് പറയുന്ന ഹോട്ടൽ. ഇവിടുത്തെ ഫുഡ് ടോപ്പ് ഗൈസ്. അപ്പം ഇവിടെ നിന്ന് നല്ല തന്തൂരിയും പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പാണ് ഇരുന്നത് ഗൈസ് നമുക്ക് തന്നെ അറിയില്ല. കുറേ വെയിറ്റ് ചെയ്ത് അങ്ങനെ പ്ലേറ്റ് കിട്ടി. എന്നിട്ടും കുറേ സമയം വെയിറ്റ് ചെയ്ത്. നല്ല ടേസ്റ്റുള്ള ഫുഡായതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ നിന്നിട്ട് അങ്ങനെ കുറേ സമയം വെയിറ്റ് ഗൈസ്. നമ്മളിപ്പം ഷാലിമാറിൽ എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഈ ഒരു ഹോട്ടലിൽ കയറിയാണ്. ഫേസ്ബുക്കിലൊക്കെ പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡാണല്ലോ എല്ലാം. അങ്ങനെ കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കിട്ടിയിട്ട്, അതുപോലെ വീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, സാദാ പൊറോട്ടയും പിന്നെ തന്തൂരി ചിക്കനും. അടിപൊളി ടേസ്റ്റാണ് ഈ ഷാലിമാർ ഹോട്ടലിലെ തന്തൂരി. അവിടുത്തെ ഫുഡ് നല്ല ടോപ്പാന്ന് തന്നെ പറയാം. നമ്മൾ എപ്പോഴും കഴിക്കലുണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പിന്നെ ആ ദിവസം തന്നെ നമ്മൾ ഗഡ്ബുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിന്. അത് വെച്ചാൽ ഒരു കഥയുണ്ട് ഇതിൽ. എൻ്റെ അനിയത്തിനും കൂട്ടാണ്ട് നമ്മൾ തലേ ദിവസം കഴിക്കാൻ പോയി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ ഇങ്ങനത്തെ ഒരു ഗഡ്ബുഡ് കഴിച്ചിന്, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ അവൾക്ക് പറഞ്ഞു. പിന്നെ അത് വേണം തന്നെ ഭയങ്കര വാശി. അന്ന് നമ്മൾ പോയിട്ട് അങ്ങനെ അന്ന് തന്നെ കഴിച്ചതാണ് കഴിച്ച. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം എന്ന് പറയുന്നത്. അധികം വീഡിയോ എന്താ പറയുക എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞതൊക്കെ ഇതിൽ ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക. എങ്ങനത്തൊക്കെ വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ല പുതിയ വീഡിയോ ആയിട്ടും റെസിപ്പി ആയിട്ടും വരുന്നവർക്കും ബൈ, ടേക്ക് കെയർ.